പരദേവതയെ അന്വേഷിച്ച് ആരും പരക്കം പായേണ്ട ഒരു കാര്യമില്ല. ഉവ്വ. ഇപ്പൊ ആയിരത്താണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മമ്മ അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ കുടുംബക്കാര് എവിടെയെങ്കിലും താമസിച്ചിരുന്നു. അതാണ് നമ്മളുടെ ആ പരദേവതാ സ്ഥാനം എന്ന് പറയുന്ന ആ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഇന്ന് ജ്യോത്സ്യന്മാര് കൊടുക്കുന്നുണ്ട്. ഉവ്വ നമ്മളുടെ പരദേവതാ പീഠത്തെ അന്വേഷിച്ച് നമ്മൾ പരക്കം പായുകയാണ്. ഉവ്വ നമ്മളുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം ജീവിച്ചിരുന്നത് ഇന്ന സ്ഥലത്ത് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴും ആ നമ്മൾ ഈ ജ്യോത്സ്യൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ഓടുകയാണ് പരദേവതാ പീഠങ്ങളെ തപ്പി. നമ്മളുടെ പരദേവത എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട് തന്നെയാണ് അങ്ങനെ വരേണ്ടത്. സന്തോഷി, അത് തന്നെയല്ലേ നമ്മുടെ അപ്പൂപ്പനൊക്കെ പൂജ ചെയ്തുകൊണ്ടിരുന്നവരാണ്. നമ്മുടെ അപ്പൂപ്പനൊക്കെ വീട്ടിൽ വീട്ടിൽ തന്നെ ദേവതാ സങ്കല്പത്തെ പൂജിച്ചുകൊണ്ടിരുന്നവരാണെന്ന് നമ്മൾ പറയുമ്പോൾ അവര് 5 തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ പൂജിച്ചിരുന്ന സ്ഥലത്ത് പോയി പൂജിക്കുകയല്ല ചെയ്തിരുന്നത്. അതാത് സ്ഥലത്ത് വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാത് കാലഘട്ടത്തിൽ അതാത് അപ്പൂപ്പന്മാരൊക്കെ അവർ താമസിച്ച ഗൃഹത്തിൽ ആ പരദേവതാ പൂജ, ആ അന്തരീക്ഷത്തെ പൂജിച്ച് വൃത്തിയാക്കി ആ പരദേവതാ പൂജയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗൃഹത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ പ്രവൃത്തി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അതെ, ഇത് ഉവ്വ. നമുക്ക് ചുറ്റുമുള്ള ഈ ദ്രവ്യവിശേഷങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കുടുംബത്തെ ക്ഷേത്രം പോലെ കൊണ്ടുപോകുക, നമ്മളുടെ ഗാത്രത്തെ ഒരു ക്ഷേത്രമാക്കി മാറ്റുക, ആമാശയത്തെ ഉവ്വ. ശുദ്ധീകരിക്കുക, ആശയങ്ങളുടെ ഉവ്വ. ശുദ്ധീകരണം അതിലൂടെ നടക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്വർഗീയത നമുക്ക് അനുഭവിക്കാൻ പറ്റും. സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സ്വസ്തി സ്വാഭാവികമാണ്. നമ്മളുടെ ഗാത്രത്തെയും നമ്മളുടെ ഗോത്രത്തെയും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രവ്യങ്ങളെ ശുദ്ധിയോട് കൂടിയിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രീമൂല സ്ഥാനങ്ങളാണ് ഇത്തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളെ, ദേവതാ പീഠങ്ങളെല്ലാം. നല്ല മണ്ണിനെ സൃഷ്ടിക്കുക, ശിവത്വമുള്ള മണ്ണിനെ സൃഷ്ടിക്കുക, നല്ല പ്രാണനായിരിക്കുന്ന ജലത്തെ സൃഷ്ടിക്കുക, നല്ല ജീവനായിരിക്കുന്ന വായുവിനെ സൃഷ്ടിക്കുക, നല്ല ഔഷധമായിരിക്കുന്ന അഗ്നിയെ വൃക്ഷലോകത്താൽ പരിപാലിക്കുക, ആകാശത്തെ ആലയമാക്കുക. ഇതാണ് പരദേവതാ പീഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് തെറ്റായിട്ട് ഈ പരദേവതയും തപ്പി ഈ ജ്യോത്സ്യന്മാര് പറയുന്നത് കേട്ട് അലയേണ്ട ഒരു കാര്യമില്ല. ഏത് ജ്യോത്സ്യൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഇത് ജനങ്ങളെ ശരിക്കും ചതിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് കൊടുക്കുന്നത്. ദ്രവ്യമാണ് ദൈവം. ദ്രവ്യശുദ്ധി ആടുന്ന, ദ്രവ്യ കലശങ്ങളാടുന്ന ഇടങ്ങളാണ് ക്ഷേത്രഭൂമികള്. നമ്മളുടെ ശരീരത്തിലും വേണ്ടത് എന്താണ്? ദ്രവ്യശുദ്ധി തന്നെയാണ്. ശുദ്ധിയാണ് വേണ്ടത്. അപ്പോ നല്ല ശിവത്വമുള്ള ഒരു ദേശത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശിവമുഖങ്ങളായിട്ട് നമ്മളുടെ പ്രപഞ്ചത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദേവാലയങ്ങള്. ത്രിഗുണവൈഭവങ്ങളെ എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ത്രിമൂർത്തി സങ്കല്പത്തിലൂടെ എങ്ങനെ നല്ല ഒരു ദേശത്തെ സൃഷ്ടിക്കാം, അവിടെ എങ്ങനെ ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ത്രികാലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ത്രിലോകം എന്ന് പറയുന്ന നമുക്ക് സ്വർഗീയത അനുഭവിക്കുന്ന ഇടങ്ങളെ സൃഷ്ടിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെറ്റായിട്ടുള്ള ആ ദേവസങ്കല്പങ്ങളെ കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും എല്ലാം ഇപ്പൊ നമ്മൾ വഴിവിട്ടുള്ള ഒരു ജീവിത രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് മന്ത്രം ജപിച്ചാൽ എല്ലാം നേരെയാകും. ഏത് നേടാത്ത കാര്യങ്ങളും ആ മന്ത്രത്തിലൂടെ സാധിക്കും. ഏത് പാപവും പരിഹരിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ തെറ്റായിട്ടുള്ള ധാരണ. ഒരു മന്ത്രം കൊണ്ടും നമ്മളുടെ ഒരു പാപവും പരിഹരിക്കാൻ പോകുന്നില്ല. പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇലവന്തൂര് ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്താൽ പോരെ? അവരുടെ പാപം അങ്ങോട്ട് പരിഹരിക്കില്ലേ? അതെ അതെ അതെ. അല്ല, കൊടും ക്രിമിനലുകൾക്ക് മന്ത്രം പറഞ്ഞു കൊടുത്താൽ അവരുടെ ചെയ്ത പാപം മുഴുവൻ തീരുവോ? നമ്മള് പരദേവതാ പീഠത്തെ തപ്പി അലയണ്ട, മുജ്ജന്മത്തെ തപ്പി അലയണ്ട. നമ്മളുടെ മുജ്ജന്മം നമ്മളുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മളുടെ അമ്മയും അച്ഛനുമാണ് നമ്മളുടെ മുജ്ജന്മം. നമ്മളുടെ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളാണ്. നമ്മളുടെ പരദേവതാ പീഠം എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന ഇടമാണ്. നമുക്ക് ചുറ്റും പരക്കുന്ന ആ 5 ദ്രവ്യ ശക്തികളാണ് നമ്മളുടെ ദ്രവ്യവിശേഷങ്ങളെ. നല്ല ഗന്ധത്തെ, നല്ല രസത്തെ, നല്ല സ്പർശത്തെ, നല്ല ദൃശ്യത്തെ, നല്ല ശ്രവണത്തെ ഏൽക്കുന്ന ആ നല്ല ദ്രവ്യവിശേഷങ്ങളിലൂടെ നമുക്ക് നല്ല സുവിശേഷമുള്ളവരാകാൻ പറ്റും. ഈ പരമസത്യങ്ങളെയാണ് അറിയേണ്ടത്. അതെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഈ 5 മെറ്റീരിയലുകൾ തമ്മിലുള്ള സൗഖ്യത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണം. ആ സഖ്യമാണ് നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സഖ്യമാണ് സൗഖ്യം. അതിനു വേണ്ടിയിട്ടാണ് ചുറ്റും പരക്കുന്ന ഈ ദ്രവ്യവിശേഷങ്ങളെ പരദേവതകളായിട്ട് നമുക്ക് അനുഗ്രഹത്തെ ഏകുന്ന മാതൃഭാവത്തിലേക്ക് പ്രപഞ്ചത്തെ എത്തിക്കുന്ന രീതിയിലേക്ക് മാറ്ററിനെ മദറാക്കുന്ന, ആ കൺവെർട്ട് ചെയ്യുന്ന
ആ പ്രതിഭാസത്തെ നമ്മൾ ആരാധനാഭാവത്തിൽ കാണുന്നത്. അത് ആത്മവിശ്വാസം കിട്ടും. ഇത് ഈ പരമമായ സത്യത്തെ മനസ്സിലാക്കിയാൽ ആത്മവിശ്വാസം കിട്ടും. ഇനിയെങ്കിലും ജനങ്ങള് മുജ്ജന്മത്തെയും പുനർജന്മത്തെയും അതുപോലെ തന്നെ പരദേവതാ പീഠങ്ങളെയും തപ്പി അലയേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. വലിയ സന്തോഷം.